മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിങ്ങനെ പറയാറുണ്ട് ഇപ്പോഴും. നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്ച്വലി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സൈക്കോളജിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്? മെമ്മറി റെഫേഴ്സ് ടു ദ സൈക്കോളജിക്കൽ പ്രോസസ് ഓഫ് അക്വയറിങ്, സ്റ്റോറിങ്, റിട്ടൈനിങ് ആൻഡ് ലേറ്റർ റിട്രൈവിങ് ദ ഇൻഫോർമേഷൻസ്. എന്താണ് മെമ്മറി എന്ന് പറഞ്ഞാൽ? സൈക്കോളജിക്കലി നമ്മൾ മെമ്മറിനെ ഡിഫൈൻ ചെയ്യുക. സിംപ്ലി വി ക്യാൻ ഡിഫൈൻ, നമ്മൾ എന്തെങ്കിലും കുറച്ച് ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക. എന്താ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് നമ്മൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, നമ്മൾ എന്താ പറയുക, നേടിയെടുക്കുക. അതന്നെ നേടുക എന്നുള്ളതാണ് അക്വയറിങ്ങിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, ആ അക്വയർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക, അതവിടെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിട്രൈവ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം അടങ്ങുന്നതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം സൈക്കോളജിക്കലി അല്ലാണ്ട് നമ്മൾ മെമ്മറി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ നമ്മൾ ഓർത്തെടുക്കുന്നതിനെയാണ് മെമ്മറി എന്ന് പറയാന്നുള്ളതായിരിക്കും അല്ലേ? നോർമലി നമ്മൾ അങ്ങനെ ചിന്തിക്കുക. പക്ഷെ ആ ഒരു പ്രോസസ്സ് മാത്രമല്ല മെമ്മറിയിലുള്ളത്. ഒരു ഇൻഫോർമേഷൻ നമ്മൾ അക്വയർ ചെയ്യുന്നത് മുതൽ അത് സ്റ്റോർ ചെയ്ത് റിട്ടൈൻ ചെയ്യുന്നതടക്കം ആ ഇൻഫോർമേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് നമ്മൾ പുറത്തെടുക്കുന്നത് വരെ എന്താണ്, ആ മൊത്തം ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ഈ മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ 3 മെയിനായിട്ടുള്ള പ്രോസസ്സുകളാണ്, അല്ലെങ്കിൽ ഈ മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിൽ 3 മെയിനായിട്ടുള്ള പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഒന്നാമത്തത് എൻകോഡിംഗ് ആണ്, രണ്ടാമത്തത് സ്റ്റോറേജ് ആണ്, പിന്നെ റിട്രൈവൽ ആണ്. നിങ്ങൾക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താണെന്നുള്ളത്. നമുക്ക് ഓരോന്നുള്ളത് എന്താണെന്ന് നോക്കാം. അതിനേക്കാൾ മുമ്പ് 2-3 ഇൻട്രൊഡക്ടറി പോയിന്റ്സും നമുക്ക് പറയാം. ഹ്യൂമൻ മെമ്മറി ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ബോത്ത് പ്രിസർവ് ആൻഡ് റിക്കവർ ഇൻഫോർമേഷൻ. ഹ്യൂമൻ മെമ്മറിയിൽ നമ്മൾ എക്വയർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ പ്രിസർവ് ചെയ്യാനും സാധിക്കും, ആവശ്യമുള്ള സമയത്ത് അത് റിക്കവർ ചെയ്യാനും സാധിക്കും. However, this is not a flawless process. Sometimes people forget or misremember things. എന്ന് വെച്ചിട്ട് ഇതൊരു ഫ്ലോലെസ് ആയിട്ടുള്ള പ്രോസസ്സൊന്നും അല്ല. ചില സമയത്ത് ആൾക്കാർ ചില കാര്യങ്ങൾ ഫോർഗെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഓർക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യാറുണ്ട്. Other times, information is not properly encoded in memory in the first place. എന്താണ്, ചില സമയങ്ങളിൽ നമ്മുടെ മെമ്മറിയിൽ പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻസ് എൻകോഡ് ചെയ്യപ്പെടാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇത് മെമ്മറിനെ കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ഫാക്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ലെറ്റ് സി വാട്ട് ആർ ദ കീ പ്രോസസ് ഓഫ് മെമ്മറി. മെയിനായിട്ട് എൻകോഡിങ് വരുന്നുണ്ട്, സ്റ്റോറേജ് വരുന്നുണ്ട്, റിട്രൈവൽ വരുന്നുണ്ട്. സിംപ്ലി ഞാൻ ഈ സാധനം എന്താണെന്നുള്ളത് സിമ്പിൾ സെൻറ്റൻസിൽ പറഞ്ഞുതരാം. എൻകോഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മുടെ മെമ്മറി നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് നമ്മുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നടക്കുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും എൻകോഡിങ് എന്ന് പറയുന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ ഈ മെമ്മറിയിൽ? അല്ലാണ്ട് യെസ്, കോഡിംഗ് ആണിത്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും ഡിജിറ്റൽ എന്താ പറയുക, ഒരു വേൾഡിലായിരിക്കും ഈ കോഡിങ് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക. നമ്മൾ പറയുന്ന മലയാളം അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സ് കാര്യങ്ങൾ ഈ ഡിജിറ്റൽ മെമ്മറീസ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവരുടെ കോഡ് ഭാഷയിലേക്ക് നമ്മൾ ഈ പറയുന്ന സാധനത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ്, അപ്പം നമ്മൾ പറയും കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ 0യും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കുറേ ഡാറ്റ കിട്ടും. ഡാറ്റ കിട്ടുമ്പോൾ മെയിൽസിൻ്റെ ഡാറ്റ കിട്ടും, ഫീമെയിൽസിൻ്റെ ഡാറ്റ കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യുന്നത് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡാറ്റ കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു കോറിലേഷൻ സ്റ്റഡിയാണ് നിങ്ങൾ നടത്തുന്നതെന്ന് വിചാരിക്കുക. ദെൻ ഹൗ യു ക്യാൻ എൻ്റർ ദിസ് ഇൻഫോർമേഷൻസ് ടു എക്സൽ. എക്സൽ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് വാല്യൂസ് ആണ് കൂടുതലായാലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. മാത്രമല്ല നമ്മൾ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോറിലേഷൻ നടത്തുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് കോറിലേഷൻ ചെയ്യാൻ പഠിക്കേണ്ടാവുമായിരിക്കും. പക്ഷേ ഒരുപാട് സാമ്പിൾസ് വരുമ്പോൾ, ഇപ്പോൾ 500-1000 സാമ്പിൾസ് വരുമ്പോൾ മാനുവലി കോറിലേഷനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മെ നോട്ട് പോസിബിൾ. ആ സമയത്ത് നമ്മൾ ചില സോഫ്റ്റ്വെയറുകളുടെ ഹെൽപ്പാണ് ഉപയോഗിക്കുക. അങ്ങനെ സോഫ്റ്റ്വെയറുകളുടെ ഹെൽപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാളുടെ ഡാറ്റയുടെ നേരെ അയാൾ മെയിലാണ് എന്ന് MALE എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ബിക്കോസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെയിലിന് 1 എന്നൊരു കോഡ് കൊടുക്കും, ഫീമെയിലിന് 2 എന്നൊരു കോഡ് കൊടുക്കും. നേരെ തിരിച്ചു പോവാട്ടോ, ഞാനത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം ഒരാളുടെ ഡാറ്റയുടെ നേർക്ക് അയാൾ മെയിലാണെങ്കിൽ ഞാൻ അവിടെ കൊടുക്കുക 1 ആയിരിക്കും.
അപ്പോൾ കണ്ടോ, ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഡാറ്റേനെ ഞാൻ ക്വാണ്ടിറ്റി ആയിട്ട് എൻകോഡ് ചെയ്തു. മെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്ന് എൻകോഡ് ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടറിന് അറിയാം ഒന്ന് എന്ന് പറയുന്നത് മെയിലാണ് എന്നുള്ള. കമ്പ്യൂട്ടറിന് അറിയോ അറിഞ്ഞില്ലായോ എന്നുള്ളതൊന്നുമില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, 1ൽ വരുന്ന ഡാറ്റ മുഴുവൻ മെയിൽസിൻ്റെ ഡാറ്റയാണെന്നും 2ൽ വരുന്ന ഡാറ്റ മുഴുവൻ ഫീമെയിൽസിൻ്റെ ഡാറ്റയാണെന്നും. ഇവിടെ നമ്മളൊരു എൻകോഡിംഗ് ആണ് നടത്തിയത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റേനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളൊരു കോഡ് വെച്ച് കൺവേർട്ട് ചെയ്തു. ലൈക്ക് ദാറ്റ് നമ്മുടെ ബ്രെയിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെ വേറൊരു രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിന് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, എൻകോഡിംഗ് എന്ന് പറയുന്നത്. വേർ ഇൻഫോർമേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ സ്റ്റോർ ആവാൻ പാകത്തിനുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ദാറ്റ് ഈസ് എൻകോഡിങ്. ആ പേരിൽ തന്നെ ഉണ്ടത് എൻകോഡിങ്. ഇനി അത് എൻകോഡ് ചെയ്തു, ബ്രെയിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻസ്? ഇറ്റ് നീഡ് ടു സ്റ്റോർ, അല്ലേ? അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എൻകോഡഡ് ഇൻഫോർമേഷനെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് എന്തെന്ന് പറയുക, സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓൾറെഡി എൻകോഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ നമ്മുടെ ബ്രെയിനിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, സസ്റ്റെയിൻ ചെയ്ത് പിടിക്കുക, എന്ന് വെച്ചാൽ കളയാണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, നമ്മുടെ ഓക്കെ. അപ്പോൾ സ്റ്റോറേജ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അടുത്തത് വരുന്നത് എന്താ, റിട്രൈവൽ ആണ്. അത് നമുക്ക് ഊഹിക്കാം. നമ്മളിങ്ങനെ എൻകോഡ് ചെയ്തു, ബ്രെയിന് പറ്റുന്ന ഭാഷയിലേക്ക് നമ്മൾ കോഡ് ചെയ്ത് എൻകോഡ് ചെയ്തു. അത് എന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ നമ്മളിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അതിന് നമ്മൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞു. എന്തിനാണ് അതിങ്ങനെ കൊണ്ടുപോകുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഉപയോഗം വേണമല്ലോ, നമുക്കിത് കിട്ടണമല്ലോ. അങ്ങനെ നമ്മൾ പിന്നീട് ഈ സ്റ്റോർഡ് ഇൻഫോർമേഷൻ വെൻ ഇറ്റ്സ് നീഡഡ് തിരിച്ചെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിട്രൈവൽ എന്ന് പറയുന്നത്. ഓക്കെ. കുറേ പീരീഡ് നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെൻ ഇറ്റ് നീഡഡ്, എപ്പോഴാണോ നമുക്കത് ആവശ്യമുള്ളത് അത് നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതിനെയാണ്, റിട്രൈവ് ചെയ്യുന്നതിനെയാണ് റിട്രൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മൊത്തമായിട്ട് ഒരു മെമ്മറിയുടെ കീ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 3 ബേസിക് പ്രോസസ് ഓഫ് മെമ്മറി. എൻകോഡിംഗ് ആണ്, കൺവേർട്ടിംഗ് ഇൻഫോർമേഷൻ ഇൻ ടു ഫോം ഓഫ് യൂസബിൾ ഇൻ മെമ്മറി. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടൈനിങ് ഇൻഫോർമേഷൻ ഇൻ മെമ്മറി, മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ റീറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക, എന്ന് വെച്ചാൽ അതിലിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ദെൻ വാട്ട് ഈസ് റിട്രൈവൽ? ബ്രിങ്ങിങ് ഇൻ ടു മൈൻഡ് ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നതിനെയാണ് റിട്രൈവൽ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. എൻകോഡിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു മെമ്മറിയുടെ ഇനീഷ്യൽ സ്റ്റേജാണ്. ബ്രെയിൻ എന്ത് ചെയ്യാണ്, പുതിയ എക്സ്പീരിയൻസുകളെ റിസീവ് ചെയ്യുന്നത് എൻകോഡിങ്ങിലാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുന്നത്, വാട്ടെവർ പുതിയതോ പഴയതോ ആയിക്കോട്ടെ, ഇൻഫോർമേഷൻസ് കിട്ടുന്നത് എവിടെയാണ്, എൻകോഡിങ്ങിലാണ്. ഈ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഫേസ് ആണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, അല്ലേ, ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. സോ ഇതൊരു ഇൻപുട്ട് ഫേസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. വെൻ യു പെർസീവ് സംതിങ് ത്രൂ യുവർ സെൻസേഴ്സ്, your brain convert that sensory information into a form. It can be processed and potentially stored. എന്താ പറയണേ, നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്രെയിൻ കൺവേർട്ട് ദീസ് സെൻസറി ഇൻഫോർമേഷൻ ഇൻ ടു എ പെർട്ടിക്കുലർ ഫോം. ഇറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഫോർ സ്റ്റോറേജ്. സ്റ്റോറേജിന് വേണ്ടി പ്രോസസ്സ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ സെൻസ് ചെയ്ത ഇൻഫോർമേഷനെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ. മെയിൻലി ഈ എൻകോഡിങ് നടക്കുന്നത്, മക്കളെ ഞാൻ കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരികയാണെങ്കിൽ പറയണം കേട്ടോ. ഞാനിങ്ങനെ സ്പീഡിൽ ക്ലാസ് എടുത്ത് പോയി അതൊരു ശീലമായിട്ടുണ്ട്. സോ ഇഫ് യു ഫീൽ എനി ഡിസ്കംഫർട്ട്, എന്താ പറയുക, ഓപ്പൺ ആയിട്ടത് ഓക്കെ പറയണേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പം എൻകോഡിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 3 മെത്തേഡുകളാണ് ഈ എൻകോഡിങ്ങിൽ നടക്കുക. ഒന്നാമത്തത് വിഷ്വൽ എൻകോഡിംഗ് ആണ്. വിഷ്വൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ഹൗ തിങ്സ് ലുക്ക്, എങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എൻകോഡ് ചെയ്യുക. ലൈക്ക് എന്താ പറയുക, ചില ഡയഗ്രാംസ്, അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ വരുന്ന ക്ലയൻസിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ്, വിഷ്വലി വരുന്ന ഇൻപുട്ടുകളാണ് എൻകോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിഷ്വൽ എൻകോഡിങ്.
ഇനി അക്വസ്റ്റിക് എന്താണ്? അക്വസ്റ്റിക് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലേ കത്തും. സൗണ്ട്സ് അല്ലേ, വേർഡ്സ്, ലാംഗ്വേജ്, പ്രൊനൗൺസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്നതിനെ അക്വസ്റ്റിക് എൻകോഡിംഗ് എന്നാണ് പറയുക. ആൻഡ് ദെൻ സിമെൻറ്റിക് എൻകോഡിംഗ് ആണ്. സിമെൻറ്റിക് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻകോഡ് ചെയ്യുന്നതിനെയാണ് സിമെൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ്റെ മീനിങ്, ഓക്കെ, അതിനെയാണ് നമ്മൾ സിമെൻറ്റിക് എൻകോഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ യു അണ്ടർസ്റ്റാൻഡ്, എന്താണ് സിമെൻറ്റിക് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു തിയറി പഠിക്കുക. ഓക്കെ, ഒരു തിയറി പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഒരു കൺസെപ്റ്റാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അല്ലേ, അതിനെയാണ് സിമെൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുക. ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ദ മീനിങ് ഓഫ് ഇൻഫോർമേഷൻ, കണ്ടോ, ഒരു ഇൻഫോർമേഷൻ്റെ മീനിങ് ആണ് വിച്ച് റിസർച്ച് ഹാസ് ഷോൺ ടു ബി ദ മോസ്റ്റ് എഫക്റ്റീവ് ടൈപ്പ് ഫോർ ലോങ് ടേം റീറ്റെൻഷൻ. എന്നുവെച്ചാൽ ലോങ് ടേം റീറ്റെൻഷന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന എൻകോഡിംഗ് എന്ന് പറയുന്നത് സിമെൻറ്റിക് എൻകോഡിംഗ് എന്നുള്ളതാണ്. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ, നിങ്ങളൊരു തിയറി പഠിക്കുക, തിയറി പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിമെൻറ്റിക് എൻകോഡിംഗ് ആണ്. അങ്ങനെ സിമെൻറ്റിക് എൻകോഡിംഗ് ആയിക്കഴിഞ്ഞാൽ ലോങ് ടേം മെമ്മറിയിലേക്ക് ആ സാധനം പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയണത്. നമുക്കത് എന്ത് ചെയ്യാം, പിന്നീട് ഒരു സമയത്ത് ഈസി ആയിട്ട് റിട്രൈവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് സിമെൻറ്റിക് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴല്ലേ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു തിയറിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഈ തിയറി നിങ്ങൾ ഇമേജായിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, അത് നിങ്ങൾ രജിസ്റ്റർ ആവുന്നു വല്ല യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെ നോക്കിയിട്ട്. രണ്ടാമത് ആ തിയറി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വെർബലി പറഞ്ഞു തരുന്നു, ചെയ്യുന്നുണ്ട് നിങ്ങൾ. മൂന്നാമത് ആ തിയറി നിങ്ങൾ ഇരുന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നു. ഇതാണ് ഈ 3 ടൈപ്പ്, വിഷ്വലും അക്വസ്റ്റിക്കും സിമെൻറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറിയിൽ രജിസ്റ്റർ ആവാൻ സാധ്യതയുള്ള എൻകോഡിംഗ് അപ്പോൾ ഏതായിരിക്കും ഈ 3 എണ്ണത്തിലെ? ഏതായിരിക്കും? യെസ്, മൂന്നാമത്തെ ആയിരിക്കും അല്ലേ. വെറുതെ കണ്ട് തലേ കയറ്റി പോവുക, വെറുതെ കേട്ട് പോകുന്നതിനേക്കാൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴല്ലേ കുറച്ച് അത് റിട്രൈവ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക നിങ്ങൾക്ക്. അപ്പം സിമെൻറ്റിക് ആണ്. അതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ലോങ് ടേം റീറ്റെൻഷനിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് സിമെൻറ്റിക് എൻകോഡിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. അതിനുള്ള എക്സാമ്പിൾ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെൻ യു അണ്ടർസ്റ്റാൻഡ് വൈ എ മെഡിക്കേഷൻ വർക്ക്സ് റാദർ ദാൻ ജസ്റ്റ് മെമ്മറൈസിങ് ഇറ്റ്സ് നെയിം യു ആർ യൂസിങ് സിമെൻറ്റിക് എൻകോഡിംഗ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതൊരു സിമെൻറ്റിക് എൻകോഡിങ്ങിൽ വരും എന്നുള്ളതാണ്. നോട്ട് ഓൾ എൻകോഡിംഗ് ഈസ് ഈക്വൽ. സം എൻകോഡിംഗ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് കോൺഷ്യസ് എഫേർട്ട്, ലൈക്ക് റിമെമ്പറിങ് വേർ യു സാറ്റ് ഡ്യൂറിങ് ലെക്ചർ. എന്നുവെച്ചാൽ എല്ലാ എൻകോഡിങ്ങും ഒരേപോലെയല്ല നടക്കുക. ചില എൻകോഡിങ് നമ്മൾ എന്താ പറയുക, കോൺഷ്യസ് എഫേർട്ട് ഒന്നും ഇടാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ കയറും ഇല്ലേ. എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ നമ്മുടെ തലയിൽ കയറുന്നത്? ചില സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനെ രജിസ്റ്റർ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം വേറെ ടൈപ്പ് ഓഫ് എൻകോഡിങ്ങിനെ നമ്മൾ എഫേർട്ട്ഫുള്ളി, അതും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ കോളേജിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ലൈക്ക് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ സമയം ഇരുന്നൊരു സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടൊരു കാര്യമോ നിങ്ങൾ വല്ലാണ്ട് മനസ്സിരുത്തി പഠിക്കാണ്ട് തന്നെ എന്തിലേക്ക് പോവും, നിങ്ങളുടെ എൻകോഡിങ്ങിലേക്ക് പോവും അല്ലേ. അതവിടെ എൻകോഡഡ് ആവും. നിങ്ങളതിന് കോൺഷ്യസ് എഫേർട്ടൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ആ ആർട്സ് ഡേയുടെ അന്ന് നിങ്ങൾ എവിടെ ഇരുന്നതെന്നുള്ള ആ സീനും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും തമ്മിൽ ഇരുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം മേ ബി. എന്നാൽ അതേസമയം ക്ലാസ്സിൽ എടുക്കുന്ന ഒരു പാഠം അങ്ങനെ നിങ്ങൾ പറയാണ്ട് പാസീവ്ലി നിങ്ങളുടെ തലയിൽ കയറുമോ? അവിടെ ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരില്ലേ ചിലപ്പം. അതാണ് 2 ടൈപ്പ് ഓഫ് എൻകോഡിങ് തമ്മിലുള്ള വ്യത്യാസം. ചില സാധനത്തിന് എഫേർട്ട് ഇടേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് എഫേർട്ട് ഇടാണ്ട് പാസീവായിട്ട് തന്നെ എൻകോഡിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എൻകോഡിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം നമ്മൾ മീനിങ് ഫുൾ കണക്ഷൻസ് ബ്രെയിനിൽ ഉണ്ടാക്കുന്നുണ്ടോ അത്രത്തോളം ആ മെമ്മറി പെർസിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് മീൻസ് ഹോൾഡിങ് ഓൺ ടു ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിനിങ് ദ ഇൻഫോർമേഷൻ ഓവർ ടൈം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ എൻകോഡഡ്. എൻകോഡഡ് ആയി കഴിഞ്ഞ ഇൻഫോർമേഷനെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വെച്ചാൽ നമുക്കത് പിന്നീട് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയം വരേക്കും ആ ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിൽ ലൈവാണ്, ജീവിക്കും. ആ സാധനം അവിടെ
ലൈവായിട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. However, storage is not a single warehouse, it's more like a series of rooms with different capacities and durations. പക്ഷേ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സിംഗിൾ സെൻറ്റൻസിൽ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ടേം അല്ല, അത് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വെയർ ഹൗസ് അല്ല എന്നാണ് പറയണേ, അതിൽ കുറേ റൂമുകളും ആ റൂമുകൾക്കൊക്കെ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസും ഡ്യൂറേഷനും ഉണ്ടെന്നാണ് പറയണേ. വിച്ച് മീൻസ് സ്റ്റോറേജ് എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ ഈ റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റോറേജിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ്റെ ആണ്. 3 ഡിഫറെൻറ്റ് സ്റ്റോറേജ് സിസ്റ്റംസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വഴിയേ വരും, ഇപ്പം അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വഴിയേ വരുന്നുണ്ട് അത് കേട്ടോ, അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ്റെ മോഡലൊക്കെ. അടുത്ത വരുന്ന മൂന്നാമത്തെ എന്തായിരുന്നു? എൻകോഡിങ്, സ്റ്റോറേജ് കഴിഞ്ഞാൽ പിന്നെ റിട്രൈവൽ ആണ്. റിട്രൈവൽ മീൻസ് ആക്സസിങ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ. നമ്മൾ ഓൾറെഡി എൻകോഡിങ് കഴിഞ്ഞ് സ്റ്റോറേജും നടത്തിയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ റീകോൾ ചെയ്യുന്ന പ്രോസസ്സാണ് റിട്രൈവൽ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ആക്സസിങ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ വെൻ യു നീഡ് ഇറ്റ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു റിട്രൈവൽ നടക്കണമെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് എൻകോഡഡ് ആൻഡ് സ്റ്റോർഡ് ദ ഇൻഫോർമേഷൻ പെർഫെക്റ്റ്ലി. കണ്ടോ, നമുക്ക് റിട്രൈവൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ എൻകോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എൻകോഡ് ചെയ്ത ഇൻഫോർമേഷനെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഈ സാധനത്തിനെ റിട്രൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, റിട്രൈവൽ നമുക്ക് എപ്പോഴാണ് ഫെയിലായി പോകുന്നത്? ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോറേജും എൻകോഡിങ്ങും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് റിട്രൈവൽ ഫെയിലിയർ ആയിട്ട് പോകുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ അല്ലെങ്കിൽ ജസ്റ്റ് സി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ഓർത്ത സാധനം കിട്ടാത്തത്? അത് അവിടെയല്ല പോയിട്ടുള്ളത്. പോയത് എവിടെയാണ്? നിങ്ങൾ ആ സാധനം കറക്റ്റായിട്ട് എൻകോഡ് ചെയ്തിട്ടില്ല, എൻകോഡ് ചെയ്ത സാധനം കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന എല്ലാ തിയറീസും നിങ്ങൾ മീനിങ് ആയിട്ട് സിമെൻറ്റിക് ടൈപ്പിലാണ് നിങ്ങളുടെ ബ്രെയിനിൽ എൻകോഡ് ചെയ്യുന്നതെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതവിടെ സ്റ്റോർ ആവുകയും ചെയ്യും. ആൻഡ് വി ക്യാൻ ആക്സസ്, നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? ഡെഫിനറ്റ്ലി വി ക്യാൻ ആക്സസ് ദാറ്റ്. ഉറപ്പായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. പക്ഷേ അവിടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നത്. ഇനി റിട്രൈവൽ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് റിട്രൈവൽ നമ്മൾ പറയും. ഒന്നാമത്തത് റീകോൾ ചെയ്യാണ്. റീകോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻഫോർമേഷൻ, നമ്മുടെ മെമ്മറിയിലുള്ള ജനറൽ ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? റീകോൾ ചെയ്യുക, ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീകോൾ. ലൈക്ക് ആൻസറിങ് ആൻ എസ് എ ക്വസ്റ്റ്യൻ. ഒരു എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നാൽ ഡയറക്റ്റ്ലി ആ സാധനം നമ്മൾ ഡെലിവർ ചെയ്യുന്നു. ദാറ്റ് ഈസ് റീകോൾ. ദെൻ റെക്കഗ്നീഷനാണ്. റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ആ ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു സാധനം പഠിച്ചു, ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനത്തിനെ റെക്കഗ്നൈസ് ചെയ്യാം. മനസ്സിലായോ? മറ്റേത് എന്താണ്? നമ്മുടെ മുന്നിൽ ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ആ സാധനത്തിനെ, പഠിച്ച സാധനത്തിനെ തിരിച്ചു വിളിക്കുന്നു. ഇവിടെ എന്താണ്? റെക്കഗ്നീഷനാണ്. റെക്കഗ്നീഷൻ മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ദാറ്റ്സ് നോട്ട് എ പ്രോപ്പർ എക്സാമ്പിൾ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾ എന്താണ്, 4 ടൈപ്പ് സാധനം 4 ABCD എന്ന് പറയുന്ന ചോയ്സ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ് വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് റീകോൾ യു ഹാവ് ടു ആൻസർ എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സബ്ജക്റ്റീവ്ലി. അതൊരു ക്വസ്റ്റ്യൻ തരും, അത് നമ്മൾ പഠിച്ച സാധനം സബ്ജക്റ്റീവ്ലി നമ്മൾ റീകോൾ ചെയ്ത് എഴുതുകയാണ് റീകോളിൽ വേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് റീലേണിംഗ് ആണ്. റീലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച കാര്യം നോട്ട് ഷുവർ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് നമ്മൾ എഗെയിൻ പഠിക്കുന്നതിനെയാണ് റീലേണിംഗ് എന്ന് പറയുന്നത്. കോൺഷ്യസ്ലി നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ പഠിക്കും, ഇല്ലേ? നമ്മൾ എസ്സേക്ക് അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ഈ അക്കാദമിക്സിൽ അങ്ങനെ ചെയ്യില്ല, എഗെയിൻ പഠിക്കില്ലേ? അതിനെയാണ് നമ്മൾ റീലേണിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഓൾ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് റിട്രൈവൽസ്. എനിക്ക് തോന്നുന്നു മെമ്മറി എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ പ്രോസസ്സായിട്ടുള്ള 3 കീ പ്രോസസ്സുകളും നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മെഷറിംഗ് മെമ്മറിയാണ്.
മെഷറിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രോസസ് ഓഫ് മെമ്മറി ഇൻഫോർമേഷൻ ഇസ് ടേക്കൺ ഇൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് എൻകോഡഡ് സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. ദ മെഷർ ഓഫ് എഫക്റ്റീവ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് മെമ്മറീസ് ഇൻവോൾവ്സ് വെദർ ഓർ നോട്ട് ദേ ക്യാൻ ബി റിട്രൈവ് ലേറ്റർ ഓൺ. എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഇൻഫോർമേഷൻസിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എന്താണ്, അത് നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മെഷറിംഗ് മെമ്മറി ഇൻവോൾവ്സ് ഹൗ വെൽ എ പേഴ്സൺ ക്യാൻ റിമെമ്പർ സ്പെസിഫിക് ഇൻഫോർമേഷൻ. നമ്മളൊരു മെമ്മറി മെഷർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരാൾക്ക് ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻ എത്രത്തോളം റിട്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ മെമ്മറി മെഷർ ചെയ്യുന്നത് അല്ലേ. ഒരാൾക്കൊരു ഇൻഫോർമേഷൻ എത്രത്തോളം മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ എത്രത്തോളം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, മെഷറിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ജസ്റ്റ് മിനിറ്റ്.